ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം ഓഫ് ഇൻസെക്ട്സിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ അനാറ്റമിയിൽ 2 സിസ്റ്റംസ് ഓൾറെഡി തീർത്തു, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റവും സർക്കുലേറ്ററി സിസ്റ്റവും. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. Then first, what is excretion? എന്താണ് excretion? It is the removal of waste products of metabolism, especially the nitrogenous components from the body of the insects. The removal of waste products of metabolism, especially the nitrogenous compounds from the body of insects. അതായത് മെറ്റബോളിസം വഴി വേസ്റ്റ് ആയിട്ട് വരുന്ന നൈട്രോജീനസ് കമ്പോണൻസിൻ്റെ റിമൂവലാണ്, ഇൻസെക്ട് ബോഡിയിൽ നിന്നുള്ള റിമൂവലിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ദർ ആർ ഇൻസെക്ട്സിൻ്റെ ബോഡിയിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. പല ഓർഗൻസ് എക്സ്ക്രീഷന് വേണ്ടി സഹായിക്കും. അത് ഏതൊക്കെയാണെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ദ നെഫ്രോസൈറ്റ്സ്. Nephrocytes are cells that sieve the hemolymph for products that they metabolize. അതായത് അത് ഓരോ സെല്ലിലും ഈ നെഫ്രോസൈറ്റ്സ് ഉണ്ടാവും. ആ നെഫ്രോസൈറ്റ്സ് ആണ് ഹീമോലിംഫിൽ നിന്ന്, അതായത് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചു ഹീമോലിംഫ് എന്ന് പറയുന്നത്, അതായത് ഇൻസെക്ട് ബ്ലഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ചാനലൊന്നുമില്ല, അത് ബോഡി ക്യാവിറ്റിയിൽ തന്നെയാണ് കാണുന്നത്. ആ ഹീമോലിംഫ് വഴിയാണ് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് സെൽസിൽ നിന്നും ഹീമോലിംഫാണ് കളക്ട് ചെയ്ത് എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസിൽ നിന്ന്, അതായത് ഹീമോലിംഫിൽ നിന്നും എക്സ്ക്രീറ്ററി ഓർഗൻസിലേക്ക് സീവ് ചെയ്തെടുക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ സീവ് ചെയ്തെടുക്കുന്ന സെൽസാണ് നെഫ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻസെക്റ്റിൻ്റെ ബ്ലഡിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് നൈട്രോജീനസ് ആയിട്ടുള്ള ഹാംഫുൾ കോമ്പോണൻസിനെ സീവ് ചെയ്ത് അരിച്ചെടുക്കുന്ന സെൽസാണ് നെഫ്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ദ പ്രൈമറി ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിലെ പ്രൈമറി ഓർഗൻ ഓഫ് എക്സ്ക്രീഷനാണ്, അതായത് ഇൻസെക്ട് ബോഡിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഫങ്ഷൻ മാൽപിഗൈൻ ട്യൂബ്യൂൾസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ തിൻ blind ending tubules originating near the junction of midgut, and the nitrogenous wastes are excreted through this organ. അതായത് മാൽപിഗൈൻ ട്യൂബ്യൂൾസ് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നറിയില്ല, ഡൈജഷൻ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ മിഡ്ഗട്ടിൻ്റെയും ഹൈൻഗട്ടിൻ്റെയും ആ ജംഗ്ഷനിൽ, അതായത് പൈലോറിക് വാൽവ് വരുന്ന ജംഗ്ഷനിൽ മാൽപിഗൈൻ ട്യൂബ്യൂൾസ് ഇങ്ങനെ വേം ലൈക്കുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കണ്ടിരുന്നു. അതാണ് ഈ മാൽപിഗൈൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഫിൽട്ടർ ചേംബർ പഠിച്ചപ്പോഴത്തേക്കും ആ ചേംബർ ഫോം ചെയ്യുന്നത് ഈ മിഡ്ഗട്ടിൻ്റെ ആൻറ്റീരിയർ എൻഡും പോസ്റ്റീരിയർ എൻഡും പിന്നെ മാൽപിജിയൻ ട്യൂബ്യൂൾസും കൂടെ ചേർന്നിട്ടാണ് ഫിൽട്ടർ ചേംബർ ഫോം ചെയ്യുന്നതെന്നും നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ മാൽപിജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ഇൻസെക്ട് ബോഡിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. ഓക്കെ, അപ്പം ദേ ആർ തിൻ ആണ്, ബ്ലൈൻഡ് എൻഡിങ് ട്യൂബ്യൂൾസ് ആണ്, ഫിംഗർ ലൈക്ക് ആയിരിക്കും. ദേ ആർ ഒറിജിനേറ്റിംഗ് നിയർ ദ ജംഗ്ഷൻ ഓഫ് ദി മിഡ്ഗട്ട് ആൻഡ് ഹാവ് ദ ഫങ്ഷൻ ഓഫ് ദി നൈട്രോജീനസ് വേസ്റ്റ് റിമൂവൽ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. ദെൻ ട്രക്കിയൽ സിസ്റ്റം, അതായത് ഹീമോലിംഫിന്, അതായത് ഇൻസെക്ട് ബ്ലഡിന് റെസ്പിറേറ്ററി ഫങ്ഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സർക്കുലേഷൻ മാത്രമേ ഉള്ളൂ, അതായത് ന്യൂട്രിയൻസ് സെൽസിൽ എത്തിക്കുക, അവിടെ നിന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, ഈ ഒരു ഫങ്ഷനെ ബ്ലഡിന് വരുന്നുള്ളൂ. അത് റെസ്പിറേറ്ററി ഫങ്ഷൻ ബ്ലഡിന് ഇല്ല, ഇൻസെക്ട് ബ്ലഡിന് ഇല്ല. അപ്പോൾ ആ ഫങ്ഷൻ നിർവഹിക്കുന്ന ആളാണ് ട്രക്കിയൽ സിസ്റ്റം, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് ദി ഇൻസെക്ട്. സോ അവിടെ നടക്കുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്, ഗേഷ്യസ് എക്സ്ചേഞ്ച് വിച്ച് കംപ്രൈസസ് ദ ട്രക്കിയ ആൻഡ് ദ ട്രക്യൂൾസ്. റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം ട്രക്കിയൽ സിസ്റ്റത്തിൽ നടക്കുന്നത് വേസ്റ്റ് റിമൂവൽ അല്ല, ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിമൂവലാണ്. ബോഡിയിൽ നിന്നും ഇൻസെക്ട് ബോഡിയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? ട്രക്കിയൽ സിസ്റ്റം ചെയ്യുന്നത്. Next comes the fat bodies. They are loose or compact aggregation of cells, mostly the trophocytes, suspended in the hemocoel
ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ക്രീഷൻ. സ്റ്റോറേജ് എക്സ്ക്രീഷൻ എന്താണെന്നുള്ളത് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും കാണുന്നുണ്ട്. ഇപ്പോൾ ഫാറ്റ് ബോഡീസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ സ്റ്റോർ ദ തിങ്സ്. അതായത് ഇപ്പം ബോഡിയിൽ പെട്ടെന്ന് തന്നെ എക്സ്ക്രീഷൻ, അതായത് എന്തെങ്കിലും ഒരു രീതിയിൽ റിപ്പയർ ആവശ്യമാണ്, അല്ലെങ്കിൽ മാൽപിക്കാൻ ട്യൂബ്യൂൾസ് ഫംഗ്ഷൻ അല്ല, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ്, എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലേ. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഫാറ്റ് ബോഡീസ് എന്ന് പറയുന്നത്. ദേ ആർ ഫ്രീലി സസ്പെൻഡഡ് ഇൻ ദി ഹീമോസിൽ, അതായത് ബോഡി ക്യാവിറ്റിയിൽ, അതായത് ബ്ലഡിൽ ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടാണ് ഫാറ്റ് ബോഡീസ് കാണുന്നത്. അപ്പം ഈ ലിംഫിൽ തന്നെ സെൽസിൽ നിന്നും ഇത് കളക്ട് ചെയ്ത് എവിടെ എത്തണം, നെഫ്രോസൈറ്റ്സ് അല്ലെങ്കിൽ മാൽപിക്കാൻ ട്യൂബ്യൂൾസ് എത്തുന്നിടം വരെ ഇത് സ്റ്റോർ ചെയ്യാനും ഈ ഫാറ്റ് ബോഡീസ് ഉപയോഗിക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റോറേജ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ഫാറ്റ് ബോഡീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ദി ഈനോസൈറ്റ്സ്. ഈനോസൈറ്റ്സ് ആർ സെൽസ് ഓഫ് ഹീമോസീൽ, എപ്പിഡെർമിസ് ഓർ ഫാറ്റ് ബോഡി വിത്ത് മെനി ഫങ്ഷൻസ്. ഈനോസൈറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് സെല്ലാണ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ഒരു ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. പല ഫങ്ഷൻസിൽ ഒരു ഫങ്ഷനാണ് എന്ത് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ദേ ഹാവ് ആൻഡ് റോൾ ഇൻ എക്സ്ക്രീഷൻ. പക്ഷേ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ ഇൻസെക്റ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് മാൽപിജിയൻ ട്യൂബ്യൂൾ. ബാക്കിയെല്ലാം എന്താ പറയുക, സബ്സിഡറി ആയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഈനോസൈറ്റ്സ് ആണെങ്കിലും ചില സെൽസിൽ നിന്നൊക്കെ ഇത് കളക്ട് ചെയ്ത്, അതായത് എക്സ്ക്രീഷൻ ആസ് സച്ച് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ദേ ഹാവ് എ റോൾ ഇൻ എക്സ്ക്രീഷൻ, അങ്ങനെ പറയാൻ പറ്റും. ദെൻ ഇൻടെഗ്മെൻറ്റ്. ഇൻടെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്കിന്ന് വഴി ഈ നൈട്രോജീനസ് വേസ്റ്റിനെ പുറത്തേക്ക് തള്ളുന്ന സിസ്റ്റം, മെത്തേഡ്, അതാണ് ഇൻടെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഔട്ടർ കവറിങ് ഓഫ് ദ ലിവിങ് ടിഷ്യൂസ് ഓഫ് ആൻ ഇൻസെക്ട്, അതാണ് ഇൻടെഗ്മെൻറ്റ്. ഇൻടെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിൻ്റെ ഔട്ടർ കവറിങ്ങിന് പറയുന്ന പേരാണ് ഇൻടെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുവഴിയും ചിലപ്പോൾ ഇൻസെക്ട്സ് എന്ത് ചെയ്യും, ഈ നൈട്രോജീനസ് ആയിട്ടുള്ള ഹാംഫുൾ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യും. ദെൻ ത്രൂ റെക്റ്റം. റെക്റ്റം ഈസ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ഹൈൻഡ്. റെക്റ്റം എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. റെക്റ്റത്തിൽ നിന്നുമാണ് വേസ്റ്റ് മെറ്റീരിയൽസ് എവിടെ എത്തുന്നത്, എയ്നസിൽ വഴി പുറത്തേക്ക് പോകുന്നത്. സോ അപ്പോൾ റെക്റ്റത്തിനും ഈ ഒരു എക്സ്ക്രീറ്ററി ഫങ്ഷനിൽ ചെറിയൊരു പങ്ക് വരുന്നുണ്ട്. ഓക്കെ, സോ എമംഗ് ഓൾ ദീസ് എബവ് ഓർഗൻസ്, മാൽപിക്കാൻ ട്യൂബ്യൂൾസ് ആർ ദ മേജർ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ. അത് മറക്കരുത്. ഇൻസെക്റ്റിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് മാൽപിജിയൻ ട്യൂബ്യൂൾസ്. സോ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാൽപിക്കാൻ ട്യൂബ്യൂൾസിനെ കാണാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ഇൻ ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ദി മിഡ് കട്ട് ആൻഡ് ദി ഹൈൻ കട്ട്. മിഡ് കട്ടിനും ഹൈൻ കട്ടിനും ഇടയിലുള്ള ജംഗ്ഷനിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, മാൽപിജിയൻ ട്യൂബ്യൂൾസ്, വിച്ച് ഈസ് ദ മേജർ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ ഇൻ ഇൻസെക്ട്സ്. ദെൻ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും വളരെ അധികം എന്താ പറയുക, ബാലൻസിൽ പോകേണ്ട രണ്ട് ടേംസ് ആണ്. അപ്പോൾ എന്താണ് എക്സ്ക്രീഷൻ എന്ന് നമ്മൾ കണ്ടു. ഇനി എന്താണ് ഓസ്മോ റെഗുലേഷൻ എന്ന് നമുക്ക് നോക്കാം. സോ ഇൻ ദ ഇൻസെക്ട് ഫീസസ് എന്ന് പറഞ്ഞാൽ ആ വേസ്റ്റ് മെറ്റീരിയൽ എന്താണോ അത്, ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് അൺഡൈജസ്റ്റഡ് ഫുഡ് ആൻഡ് ദ മെറ്റബോളിക് എക്സ്ക്രീഷൻസ്. ഓക്കെ, അപ്പം ഇൻസെക്ട് ഫീസസിന് എന്തൊക്കെയുണ്ട്, അതിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസും ഉണ്ട്, അതുപോലുള്ള അതിന് കൂടെ ഈ ഹാംഫുൾ ആയിട്ടുള്ള നൈട്രോജീനസ് കോമ്പണൻസും ഉണ്ട്. ഇനി ഇൻസെക്ട്സിൻ്റെ കേസസിൽ വരുമ്പോൾ രണ്ട് ടൈപ്പ് ഹാബിറ്റാറ്റ്സ് ആണ് അവർക്കുള്ളത്. വിൽ ബി സം ആർ അക്വാട്ടിക് ഇൻസെക്ട്സ് ആൻഡ് സം ആർ ടെറസ്ട്രിയൽ ഇൻസെക്ട്സ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ട് പേരുടെയും എക്സ്ക്രീറ്ററി മീൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. ഓക്കെ, അക്വാട്ടിക് ഇൻസെക്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഇഷ്ടം പോലെ വെള്ളം ഉള്ളത് കൊണ്ട് ദേ വിൽ ബി ഫ്ലഷിങ് ഔട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽസ് വിത്ത് വാട്ടർ. They excrete dilute waste from their anus directly into the water by flushing with water. ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ട് അവർക്ക് വെള്ളം കൺസർവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് ആ വെള്ളത്തും വേസ്റ്റ് മെറ്റീരിയൽസ് വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് എയ്നസ് വഴി എക്സ്ക്രീറ്റ് ചെയ്യും. അതേസമയം ടെറസ്ട്രിയൽ ഇൻസെക്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് വെള്ളം കൺസർവ് ചെയ്യണം. അവരുടെ ബോഡി മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ കൺസർവ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്ക്രീഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് റിക്വയർസ് ആൻ എഫിഷ്യൻറ്റ്
waste disposal in a concentrated or even dry form, simultaneously avoiding the toxic effects of nitrogen. നൈട്രജൻ്റെ ടോക്സിക് എഫക്ട്സിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡ്രൈ ഫോമിലുള്ള ഒരു എക്സ്ക്രീറ്റ ആയിരിക്കും ഇവർക്ക് ഉള്ളത്, ടെറസ്ട്രിയൽ ഇൻസെക്ട്സിന് ഉള്ളത്. അക്വാട്ടിക് ഇൻസെക്ട്സിന് വാട്ടർ കൺസർവേഷൻ ഒരു പ്രോബ്ലം അല്ലാത്തത് കൊണ്ട് അവരുടെ വേസ്റ്റ് മെറ്റീരിയലും അതുപോലെ തന്നെയായിരിക്കും. മീൻസ് വെള്ളത്തിൽ അലിഞ്ഞുള്ളതായിരിക്കും, അതായത് ഡൈല്യൂട്ട് ഫോമിലുള്ളതായിരിക്കും, വാട്ടറി ആയിട്ടുള്ളതായിരിക്കും. അതേസമയം ടെറസ്ട്രിയൽ ഇൻസെക്ട്സിലേക്ക് വരുമ്പോൾ ദേ വിൽ ബി ഡ്രൈ പെല്ലറ്റ്സ് ആയിരിക്കും. ഇനി ഓസ്മോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബാലൻസ് ഓഫ് ദി അയോൺസ് ഇൻ ദ ബോഡി. സോ ദ ബോത്ത് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ഇൻസെക്ട്സ് മസ്റ്റ് കൺസേർവ് അയോൺസ്. വെള്ളം ഇങ്ങനെ വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിലും അക്വാട്ടിക് ഇൻസെക്ട്സിന് അയോൺസ് അവരുടെ ഒരു പ്രശ്നമാണ്. അതായത് സോഡിയം, പൊട്ടാസ്യം ആൻഡ് ക്ലോറിൻ, ഈ 3 അയോൺസാണ് ഒരു ലിവിങ് ഓർഗാനിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയോൺസ്. ഇപ്പം നമ്മുടെ കേസ് എടുത്താലും ഈ സോഡിയവും പൊട്ടാസ്യം ക്ലോറിനുമാണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് ദീസ് എലമെൻറ്റ്സ് ആർ ഇമ്പോർട്ടൻ്റ് ഇൻ ദി നെർവസ് സിസ്റ്റം. നെർവസ് ഇമ്പൾസിൻ്റെ ആക്ഷൻ വരുമ്പം ഈ എലമെൻറ്റ്സ് ഇല്ലാതെ നടക്കില്ല. അപ്പോൾ നെർവസ് സിസ്റ്റം ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 എലമെൻറ്റ്സ് ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് മേ ബി ലിമിറ്റിംഗ് ഇൻ ദ ഫുഡ് ഓർ ലോസ്റ്റ് ഇൻ ടു ദ വാട്ടർ ബൈ ഡിഫ്യൂഷൻ. കാരണം ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ വഴി ലോസ് ആയി പോവാൻ ഏറ്റവും സാധ്യതയുള്ള എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അയോൺസ് ആണ്. സോ ആൻഡ് ദീസ് ആർ ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ ഫുഡ്. എല്ലാ ഫുഡിലും ഇത് അവൈലബിൾ ആവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഈ അയോൺസിനെ കൺസർവ് ചെയ്യാന്നുള്ളത് ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സോ ടെറസ്ട്രിയൽ ആണെങ്കിലും അക്വാട്ടിക് ആണെങ്കിലും ദീസ് ഇൻസെക്ട്സ് മസ്റ്റ് കൺസർവ് ദ അയോൺസ്, മെയിൻലി ദി സോഡിയം, പൊട്ടാസ്യം ആൻഡ് ക്ലോറിൻ, വിച്ച് ആർ ലിമിറ്റിംഗ് ഇൻ ദെയർ ഫുഡ് ഓർ ലോസ് ബൈ ഡിഫ്യൂഷൻ ഇൻ ടു ദി വാട്ടർ. ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസെക്ട് എക്സ്ക്രീറ്റ, urine or pellet, is a result of 2 related processes. First is the excretion, that is the removal of nitrogenous waste from the body, and second is the osmoregulation, which is the maintenance of favorable osmotic pressure and ionic concentration of the body fluid. That is osmoregulation. Osmoregulation is the maintenance of favorable osmotic pressure and ionic concentration of the body fluid. The system responsible for the excretion and osmoregulation is referred to as the excretory system, and its activities are performed largely by the Malpighian tubules and the hindgut, possibly rectum. Okay, അപ്പം ഇത്രയുമാണ് ഈ എക്സ്ക്രീഷനെ കുറിച്ചും ഓസ്മോറെഗുലേഷനെ കുറിച്ചും വരുന്നത്. ഇനി ഇതിനെ സഹായിക്കുന്ന കുറച്ച് സ്പെഷ്യൽ സെൽസ് ഉണ്ട്. Special cells are called chloride cells, which are present in the hindgut, capable of absorbing the inorganic ions from the dilute solutions. അതായത് ഹൈൻഗട്ടിൽ സ്പെഷ്യൽ സെൽസ് കോൾഡ് ക്ലോറൈഡ് സെൽസ് ആണ്. നമ്മൾ ഡൈജഷൻ പഠിച്ചപ്പോഴത്തേക്കും ഈ സ്പെഷ്യൽ സെൽസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ക്ലോറൈഡ് സെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ ഇനോർഗാനിക് ആയിട്ടുള്ള അയോൺസിനെ ഹൈൻഗട്ടിൽ നിന്നും, അതായത് രക്തത്തിലെത്തുന്നിടത്തു നിന്ന് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും, തിരിച്ച് ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യും ഫ്രം ദി ഡൈല്യൂട്ട് സൊല്യൂഷൻ. എക്സാമ്പിൾ നയാഡ്സ് ഓഫ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ്. ഈ ഡ്രാഗൺ ഫ്ലൈസിൻ്റെയും ഡാംസൽ ഫ്ലൈസിൻ്റെയും നയാഡ്സിലാണ് ഈ ക്ലോറൈഡ് സെൽസ് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഏറ്റവും മേജറായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നയാഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ദേ ആർ യങ് വൺസ് ഓഫ് ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസൽ ഫ്ലൈസ്. പറയുന്ന പേരാണ് നയാഡ്സ്. അവർ കാണുന്നത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലായിരിക്കും. നയാഡ്സ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്. അപ്പം വെള്ളത്തിലായതുകൊണ്ട് തന്നെ അവരുടെ ഫീസസ് എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആയിരിക്കും. അപ്പം ആ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷനിൽ നിന്നും അവരുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള അയോൺസിനെ റീഅബ്സോർബ് ചെയ്യുന്ന സെൽസ് ആണ് ക്ലോറൈഡ് സെൽസ്, വിച്ച് ആർ ദ സ്പെഷ്യൽ സെൽസ് ദാറ്റ് എയ്ഡ് ഇൻ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ഓസ്മോറെഗുലേഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബാക്കി മാൽപിഗാൻ ട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.